എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും ഭയങ്കര ചൂടാണ്. നമ്മളെ മൈൻക്രാഫ്റ്റിൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ പോയിട്ടുണ്ട്. പിന്നെ ഗൈസ്, വേറെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് രാത്രി ഒരു ജീവികളും രാവിലെ മറ്റേ സോംബീസ് ഒന്നും വെളിയിറങ്ങി നടക്കൂല ഗൈസ്. അത് രാത്രിയാണ് സോംബീസ് എല്ലാവരും വിത്തുപോഴെങ്കിലും വെളിയിലിറങ്ങണം. അത്ര ചൂടാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു കേവ് കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് മരവും ഉണ്ടാക്കി വൂളും കൊണ്ട് കുറച്ച് വീറ്റും ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പോവാം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഒരു ഷീപ്പിനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഈ വേൾഡ് ഞാൻ ഒരു സീഡും വെച്ച് ക്രിയേറ്റ് ചെയ്തതല്ല, ഞാൻ ഇവിടെ തന്നെ സ്പോൺ ആയതാണ്. ഓക്കെ, നമുക്കിതൊന്ന് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതെനിക്കൊരു സാപ്ലിങ് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു ഗൈസ്. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് പൊട്ടിക്കണം. പെട്ടെന്നാവട്ടെ സേവ്. പെട്ടെന്ന് മൈൻക്രാഫ്റ്റ് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് തരും. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ മൈൻക്രാഫ്റ്റ് എന്നെ മുടിപ്പിക്കും ഗൈസ്. ഇതിലില്ല. നമുക്ക് ഈ ഒരു കേവ് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഈ കേവ് എടുക്കാനും അത് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് പറ്റൂല ഗൈസ്. ഒരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്, അത്രയും നല്ലത്. ഒന്ന് വെച്ചെങ്കിലും കാര്യം നടക്കും. ഒരെണ്ണവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് പോവാമായിരുന്നു. എൻ്റെ ഗെയിമിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടണത്. എനിക്ക് ഫസ്റ്റ് തേർഡ് പേഴ്സണിലൊന്നും ഇടാൻ പറ്റണില്ല, എന്തെന്നറിഞ്ഞൂടാ. ഇത് പൊട്ടിയിട്ടാണെങ്കിൽ ഒരു കുന്തവും കിട്ടണില്ല ഗൈസ്. ഇന്നിവിടെ നിന്ന് സമയം കളയാൻ എനിക്ക് വയ്യ. വേറെ മരങ്ങളിൽ നോക്കാം. ഒരു ഷീപ്പിനെയും കൂടെ 2 ഷീപ്പാ 3 ഷീപ്പ് എന്തിനോ വേണം അതിനെ കിട്ടാൻ വേണ്ടി ഗൈസ്. അതെന്തൊരു അത് മറ്റേ ഇതല്ലേ? അതിന് ഇതിൽ സ്പോണായ അതിന് പോവാൻ വരട്ടെ. ഞാൻ ഇവിടെ ഏതൊരു ഷീപ്പ് ഉണ്ട്, അത് കുഞ്ഞു ഷീപ്പായിരുന്നല്ലേ എനിക്ക്. പക്ഷേ ഈ ഒരു സാധനം ഇവിടെ സ്പോണായാലും എനിക്ക് ഇതിൽ നിന്നൊന്നും ആവശ്യമായിട്ട് എടുക്കാൻ പറ്റൂല. പെട്ടെന്ന് ഈ ചെസ്റ്റിൻ്റെ അകത്ത് എന്തിനുണ്ടെന്ന് നോക്കിയിട്ട് ഭയങ്കര ആവശ്യമുള്ള സാധനമുണ്ട്. ഫ്ലിൻ്റൊക്കെ ഇരിക്കണം ഗൈസ്. ഫ്ലിൻ്റ് എടുത്ത് വയ്ക്കുക. ഹെൽമെറ്റ്, ബൂട്ട്, ഫയർ പ്രൊട്ടക്ഷൻ്റെത് എനിക്ക് ആവശ്യമുണ്ട്. ആക്സ്, അൺബ്രേക്കാണ് സ്മിൽറ്റുള്ള ആക്സ്. പിന്നെന്തിനാണ് ഹോഴ്സ് ആർമർ കിട്ടിയാൽ പോരില്ല. ഹോഴ്സ് എവിടെ നിന്ന് ഉണ്ടാക്കാൻ ഞാൻ. പക്ഷേ ഈ മരത്തിലൊക്കെ തീ കൊടുക്കാൻ എനിക്ക് വയ്യ. എവിടെ നിന്ന് ഒരു ഷീപ്പ് ഇവിടെ ഡെഡ് എൻഡാണ്. അങ്ങോട്ട് വേറെ ഭയമൊന്നും ഇല്ല. അപ്പം അങ്ങോട്ട് ഷീപ്പ് കിട്ടി ഗൈസ്. ഫോറസ്റ്റ്. അപ്പം നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും പിടിക്കാം. നമുക്ക് ഫോറസ്റ്റിൻ്റെ അകത്ത് എവിടെയെങ്കിലും നോക്കാം. അതാകുമ്പോൾ ഒരു പാരറ്റിനെയും കൂടെ കൊണ്ടുപോകാം കൂട്ടിന് വേണ്ടി. കേവിൻ്റെ അകത്തല്ലേ ജീവിക്കണത്, ഒറ്റയ്ക്ക്. കിട്ടി. കളറ് പക്ഷെ വേറെയാണ് ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് യെല്ലോ ആക്കാം. യെല്ലോ ഡൈ ഇവിടെ ഇരിക്കുന്നുണ്ട്. യെല്ലോ ഡൈ. പക്ഷെ എനിക്ക് അത് കിട്ടിയത് ഭയങ്കര ലക്കാണ് ഗൈസ്. അത് എങ്ങനെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ ഒരു സീഡും ഈ വേൾഡിൽ ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ സത്യത്തിന് ഞാൻ ഒരു സീഡ് പോലും ഈ വേൾഡിൽ ഞാൻ ആഡ് ചെയ്തില്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല. ഈ വേൾഡ് തനിയെ ക്രിയേറ്റ് ചെയ്ത സീഡാണ് ഗൈസ്. എൻ്റെ മോനെ കിട്ടിയത് പൊളി സാധനം. സീഡ് എടുക്കണത് എന്തിനെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം. സീഡ് എടുക്കണത് അവിടെ പോയിട്ട് എനിക്ക് വീറ്റ് കൃഷി നടത്തണം. ഓക്കെ, ഒരു പാരറ്റ് ഇരിക്കുന്നു. ആ പാരറ്റിനെ കൂടെ ഫ്രണ്ടാക്കിക്കൊണ്ട് പോവാം ഗൈസ്. പാരറ്റ് നില്ലടാ. നില്ല്. എനിക്കൊരു ഫ്രണ്ടും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെങ്കിലും വിളിക്കുന്നത്. ഒന്ന് നില്ല്. ടീം പറക്കും തളിക. ഒന്ന് താഴോട്ട് വന്നാൽ നിനക്ക് എന്തൊരു ആണെങ്കിലും ഞാൻ തരാം. ടീം ഇന്നീ ടീമാവണോ? അതിന് തികഞ്ഞില്ല എന്ന് തോന്നുന്നു ഗൈസ്. എവിടെ അത് അതിൽ നിന്നും തികഞ്ഞില്ല. ഇതെന്തൊരു, എനിക്ക് ആ ജീവിയല്ലേ ഫ്രണ്ടായിട്ട് വേണ്ട. എനിക്ക് ചൂടെടുക്കണ് ഭയങ്കരമായിട്ട്. അതെന്തൊരു സാധനം? അതെന്തിനാന്ന് തോന്നി, ഞാൻ ഒന്ന് നോക്കട്ടെ. അതെന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല. ഇതെന്തൊരു, ഇതിൻ്റെ അകത്തെല്ലാം കുഴിച്ചു പോയ വല്ലതും കിട്ടൂ. ഇതെന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് എന്തിനാണെന്ന്. വല്ല ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ എടുത്തോളാം. എനിക്ക് ഇപ്പോഴത്തേക്ക് ഒരു സീഡ്. പെട്ടെന്നാവട്ടെ, സമയമില്ല.
എനിക്ക് ചൂടെടുത്തിട്ട് ഇവിടെ അടിവസ്ത്രം വരെ കരിഞ്ഞു തോന്നുന്നു. ഓ ജംഗിള് പൊളിയാണ് ഗൈസ്. ജംഗിളിൻ്റെ ബയോം എനിക്കിഷ്ടമുള്ള ബയോമാണ് ജംഗിള്. പക്ഷേ അത് അത്ര കൂടുതൽ ഇഷ്ടമില്ല. ഓക്കെ 10 കിട്ടിയിട്ടുണ്ട്. മതി. ഇനി ആ പാരറ്റിനെ ഒന്ന് ടൈം ചെയ്യാൻ നിൽക്കേണ്ട. വേറെ പാരറ്റ് കിട്ടണമെങ്കിൽ ഈ കളർ പാരറ്റ് കൊള്ളാം ഗൈസ്. അതുകൊണ്ട് ഈ പാരറ്റിനെ നമുക്ക് ഫ്രണ്ടാക്കാൻ ഇതാകുമ്പോൾ കുറച്ച് അനുസരമുള്ള പാരറ്റ് ഗൈസ്. കണ്ട സ്റ്റാൻഡ്. ഓ ഫ്രണ്ടായി. വാ. ഓക്കെ അതെൻ്റെ ഫ്രണ്ടായിട്ടുണ്ട്. എൻ്റെ തോളി ഇരിക്കണായിരിക്കും. എന്നെ ഒരു ക്യാവ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഒരു പാൻ്റ് അയക്കുന്നു. പാണ്ട ഓടാ വേണ്ട അതിന്നെ എനിക്ക്. ഒരു മരം നിൽക്കുന്നു ഗൈസ്. പെട്ടെന്നാട്ട്. ഓ ഒരു സാപ്ലിങ് കിട്ടി. മതി. ഇത്രയൊക്കെ ധാരാളം നിന്നില്ലേ ഗൈസ്. എന്തിനാ വന്നില്ല, വെയിറ്റ് ചെയ്യണേ. ഗെയിം ജസ്റ്റ് ഒന്ന് ലാഗായിപ്പോയി, അതുകൊണ്ടാണ്. സോറി ഗൈസ്. ഓക്കെ ഒരു എങ്ങനെ ഇത് ക്യാവ് ഇന്ന് ഗൈസ് നോക്കിക്കോ. ക്യാവ് ഒരിക്കലും കിട്ടൂല. നമ്മളിപ്പം അല്ലാത്ത സാധാ ഒരു എപ്പിസോഡാണ് തുടങ്ങണമെങ്കിൽ ക്യാവൊക്കെ പെട്ടെന്ന് കിട്ടും. അതാണ് പ്രശ്നം. പക്ഷേ ക്യാവ് ഈ ഒരു പൂച്ചയ്ക്ക് മീൻ കൊടുക്കണം. പോടാ പൂച്ച. ഇതെന്തിരി ഇരുന്നോണ്ട് പോണു? മൈൻക്രാഫ്റ്റ് വല്ല വ്യത്യാസം വരുത്തിയ പൂച്ചയ്ക്ക്? പൂച്ച ഇരുന്നോണ്ട് പോണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഡെവലപ്പറല്ലേ പൊളി. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യണം. അതൊരു പട്ടിയല്ലേ നിൽക്കണത്. പക്ഷെ പട്ടിയെ ടൈം ചെയ്യാനുള്ള ഒരു തേങ്ങയും എൻ്റെ കയ്യിലില്ല. കേസ് എങ്ങനെയെങ്കിലും ഞാൻ ഒരു ക്യാബ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. കാലൊക്കെ പൊള്ളണ് ഗൈസ്. ഒരു ക്യാബ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സർവൈവ് ചെയ്യാൻ. ഇതാണ് ആ ക്യാബ് പറയുന്നത് ഗൈസ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ സർവൈവ് ചെയ്യാൻ. ഇവിടെ ഇട്ടൊരു വലിയ ഏരിയ ഉണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു ക്യാബ് കണ്ടപ്പം ഇത് അത്ര വലിയ ക്യാബല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഐഡിയ. ഞാൻ നിങ്ങന്മാരെ ഒന്ന് തട്ടിക്കോട്ടെ ഗൈസ്. തട്ടി. ഓക്കെ ഇന്ന് എനിക്ക് പെട്ടെന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിക്കോട്ടെ. ഞാൻ ആർമർ എടുത്തിടാതെ എന്തിനു ചെയ്തുകൊണ്ടിരിക്കണത് ഗൈസ്? ഇല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇനി ആർമർ എടുത്തിടട്ടെ. ഓക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടൊന്നും പേടിക്കണ്ട. ഇതെന്തിനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ എന്നെ കുറേ നേരം കൊണ്ട് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ. ഓക്കെ അതിനെടുത്ത് കണ്ട ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ബെഡ് ബെഡിന് നമുക്ക് ഇത് വേണമല്ലോ. ഓക്കെ കുറച്ച് ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകാതെ തന്നെ നമുക്ക് ഈ ക്യാവ് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം. ഓക്കെ നമുക്കിവിടെ 4 വൂൾ ഉണ്ടാക്കാനേ. ഞാൻ ഇപ്പം 4 ഷീപ്പിനെ കൊന്നാ ഗൈസ് ആണെന്നാണ് തോന്നുന്നത്. ഒരു ബ്ലാക്ക് ഷീപ്പിനെയും കൂടെ കൊന്നു ഞാൻ. എന്നുവെച്ചാൽ എനിക്ക് പേടിയാണ്ട്. ഒരു വാള്, ഒരു ആക്സിന് നമുക്ക് ട്രീ ഫാർം ഉണ്ടാക്കാനാണ്, വേറെ ഒന്നിനുമല്ല. ഓക്കെ ഇത്ര തന്നെ. ഒരു ബെഡും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം. ബെഡ് ഇവിടെ കയ്യിലിട്. എന്നിട്ട് ബെഡിനെ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ആയിട്ട് വെച്ചിട്ട് കിടന്ന്. മോൺസ്റ്റേഴ്സ് ആർ നെയ്ബർ എന്ന് ഗൈസ്. ഇത് ഞാൻ അപ്പോൾ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് എവിടെ കൊണ്ടുപോയി വയ്ക്കാം? ഇവിടെ കൊണ്ടുപോയി വെച്ചാലേ ഇപ്പോൾ ഉറങ്ങാൻ പറ്റും ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മളെ ക്യാവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഇത് ഓപ്പൺ എയറാണ്. അതുകൊണ്ട് എനിക്ക് ചൂട് ഇവിടെ നിന്നും അടിക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും അടയ്ക്കാൻ വേണ്ടി കുറച്ച് ഡെർട്ടിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് പട്ടി ചെറുക്കുന്നുണ്ട് നിൽക്കണുണ്ടോ? ഒറ്റയടിക്ക് തീർന്ന പാവം അവൻ എനിക്ക് ഇതൊക്കെ തന്നു. ഓക്കെ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ചെസ്റ്റിന് ആവശ്യമുള്ള വുഡെല്ലാം തീർന്നു. എടാ സഫാനെ നിനക്ക് എന്തിൻ്റെ സൂക്കേടാ? ഒരു പടവും കൂടെ വെച്ചിരിക്കാം. ചുമ്മാ ഒരു രസം. നമുക്ക് ഇവിടെ ആയിട്ടൊരു പടം അങ്ങ് പൊട്ടിച്ചിരിക്കാം. കണ്ട ഇപ്പോഴാണ് ഇത് നമ്മളെ വീടെന്ന് പറഞ്ഞത്. ഓക്കെ എന്നിട്ട് ഇവിടെ ആയിട്ടൊരു ബെഡും വെച്ചിട്ട് നമുക്ക് കുറച്ച് എടുക്കണം ഗൈസ്. ഇല്ലേ ഞാൻ കുറച്ച് ഏതായിരുന്നു ഗൈസ്, ഞാനേ കുറച്ച് കോബിൾ സ്റ്റോൺ അല്ല, ഈ സാധനം ഉണ്ടല്ലേ അത്, ഈ ഡെർട്ട് ബ്ലോക്ക് കുറച്ച് ഒപ്പിക്കട്ടെ. ഫസ്റ്റ് ഞാൻ കോബിൾ സ്റ്റോൺ വെച്ച് ഒരു ഷവൽ ഉണ്ടാക്കിയിട്ട് ഡെർട്ട് എടുത്തിട്ട് ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വരണം ഗൈസ്. ഒരു സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര മതിയാവും എന്നാണ് തോന്നുന്നത്. കുറച്ച് കോളും കൂടെ ഇവിടെ നിന്ന് എടുത്തേക്കാം. ഞാൻ ഇതും കൂടെ എടുത്ത് കുറച്ച് ലൈറ്റും കൂടെ ഉണ്ടാക്കി ഈ മണ്ടയിലത്തെ ഈ ഭാഗം കൂടെ അടച്ചിട്ട് ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വരണം ഗൈസ്. ഞാൻ ഇത്ര അടച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അത് നമുക്ക് ബ്ലോക്ക് കിട്ടട്ടെ ഗൈസ്. ഓക്കെ ഇനി ഞാൻ ഇവിടുത്തെ ഇത് പൊട്ടിച്ചെടുത്തില്ല. അതും കൂടെ പൊട്ടിച്ചെടുത്ത് ബ്ലോക്കും കൂടെ അടിച്ച് ഇത് ഫുള്ളും അടച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വരണം ഗൈസ്.
ആണെങ്കിൽ ദാണ്ട എത്തിയിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒന്ന് ചത്തുപോയി ഗൈസ് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് എത്തിക്കോട്ടെ. അവിടെ വിച്ച് നിൽക്കണ്, പട്ടി വിച്ചിനെയാണ് ഗൈസ്. ഉമ്പൂ വിച്ചെന്ന് പറഞ്ഞ് തീർന്നില്ല. ചെക്ക് പോയിന്റ് ഓക്കെ, ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ട് ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ബെഡ് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വ്യക്തമായിട്ട്. ഞാൻ ഇത് ഫുള്ള് ഞാൻ ഇവിടെ ലൈറ്റും ചെയ്ത് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഞാനില്ല. ഇവന്മാർ നിർത്തിത്തോട്ടെ, അല്ല എന്നെ കൊല്ലി കൊന്ന ഇവിടെ തന്നെ സ്പോൺ ആവണതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്താണ്ട് ഇതേപോലെ ഞാൻ നിന്ന് ഇവനെ നിർത്തിയിരുത്തോ. വിച്ച് വരണ കണ്ടാടാ. എടാ എൻ്റെ എടാ ഈ വിച്ചിന് എന്തിൻ്റെ ഇതിനെ ഞാൻ ഇതിനൊന്ന് ഒതുക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം. കുറേ നേരത്തെ പരിശ്രമത്തിന് ഇടയിൽ ഞാൻ വിച്ചിനെ തട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത് റെഡ് സ്റ്റോണും മറ്റേ ഈ സാധനവും കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യം വരും. ഞാൻ എന്നിട്ട് ഇത് ഫുള്ള് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴോട്ട് എക്സ്പ്ലോറിന് എന്ന് വെച്ചാൽ താഴോട്ട് താഴോട്ട് ചെറിയ ഇത് കണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ആരും കാണൂല എന്നും പറഞ്ഞ് എടുത്ത് ചാടിയത് ഗൈസ്. അത്ര എനിക്ക് ഓർമ്മ ഉള്ളൂ. ബാക്കി എല്ലാ എണ്ണവും കൂടെ വളഞ്ഞിട്ട് എന്നെ ആക്രമിച്ച് ഗൈസ്. ഇത് ഞാൻ തിരിച്ചു പറയും. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാം, അപ്പോൾ നാളെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് നിർത്തിയാലെന്നില്ലേ ഗൈസ്. എന്നാണ്ട് ഈ ബെഡ് ഉണ്ടല്ലോ എടുത്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചാൽ ഇതാണ് നമ്മളെ ബെഡ്റൂം. ഓക്കെ, ഇതൊക്കെ ഞാൻ അടയ്ക്കണം. നിങ്ങൾ അടുത്ത എപ്പിസോഡിന് ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമ്മളെ തോളിയിരിക്കുന്ന ഫ്രണ്ടിനും കൂടെ നമുക്കൊരു പേര് കൊടുക്കണം. അതെന്തൊരു പേരെന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അയ്യോ വെളിയിറങ്ങില്ല ഗൈസ്. പിന്നെ ഇനി തൊട്ട് ഞാൻ വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കേവ് ലൈഫ് എപ്പിസോഡിലോട്ട് വീണ്ടും വരാം ഗൈസ്. പിന്നെ ഈ ഫ്രണ്ടിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇടും. എനിക്കൊരു പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ വീണ്ടും വരാം. ബായ്.